ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവത്തിന് മുമ്പാകെ ഇരിപ്പാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ലേഖനത്തെ ആസ്പദമാക്കി ക്രിസ്തുവിൽ ഉള്ള പ്രത്യാശയും അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്നുള്ള ചിന്താ വിഷയത്തെയും ആസ്പദമാക്കിയാണ് നമ്മൾ പൗലോസ് ലേഖനം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്നത്. മറ്റ് ഇതര പൗലോസിൻ്റെ ലേഖനങ്ങളോട് സാമ്യം വരുന്ന ചില വാക്യങ്ങളാണ് 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, അതായത് 7 മുതൽ അതിൻ്റെ അവസാന വാക്യം വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ ഒരു കൺക്ലൂഷനാണ്, ഉപസംഹാരമായി പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളാണ്. പലപ്പോഴും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചില വ്യക്തികളുടെ പേരുകളും അവരെ അഭിസംബോധന ചെയ്യുന്ന ചർച്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികളെക്കുറിച്ചോ ഒക്കെയുള്ള പേരുകളായിരിക്കാം. എന്നാൽ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ തോന്നാറില്ല. എന്നാൽ വാസ്തവത്തിൽ ആ വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. പ്രത്യേകിച്ച് ദൈവവചന പഠനവുമായി ബന്ധപ്പെട്ട് ലേഖനങ്ങളുടെ കാലഘട്ടവും അതോടൊപ്പം തന്നെ പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തികളെക്കുറിച്ചുള്ള ബോധ്യവും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട്, ലേഖനങ്ങളുടെ കാലഘട്ടങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ആ ഭാഗം വളരെ വേദപഠിതാക്കൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വേദഭാഗത്തേക്കൂടെ വന്ന് നമുക്ക് ആ ലേഖനം അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. ഈ ഭാഗത്ത് നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ ആ 7-ാം അധ്യായം മുതലുള്ള വാക്യങ്ങളിൽ ഉപസംഹാരമായി പറയുന്നിടത്തും വളരെ ഗൗരവമായ, നമ്മൾ മുൻ ചിന്തിച്ചതായ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ അവസ്ഥയൊക്കെയും, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ ഒടുവരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടി നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. ഈ വേദഭാഗം അതിൻ്റെ ഒടുവിൽ വരെയുള്ള 17 വരെയുള്ള 18 വരെയുള്ള വാക്യങ്ങൾ 4 പ്രധാന ഭാഗമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് ഫൈനൽ ഗ്രീറ്റിംഗ്സ് ആണ്, അവസാനമായി നൽകുന്ന വന്ദനങ്ങളാണ്. അത് 4 ഭാഗമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ആദ്യം പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികൾ ഈ ലേഖനം കൊടുത്തയക്കപ്പെടുന്ന, നമുക്കറിയാം പൗലോസ് സാധാരണയായി എന്ന് ലേഖനങ്ങൾ എഴുതുന്നത് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞ് മറ്റൊരാൾ അത് എഴുതുന്നു. ഒടുവിൽ പൗലോസ് നമ്മളൊരു ലെറ്റർ സൈൻ ചെയ്യുന്നത് പോലെ ഏറ്റവും ഒടുവിൽ തൻ്റെ കൈപ്പടയിൽ ഒരുപക്ഷെ ചില വാക്കുകൾ കുറിച്ചിട്ടുണ്ടാകാം എന്ന സൂചന നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. മറ്റു ലേഖനങ്ങളിലും അത് കാണുന്നുണ്ട്. ഇങ്ങനെയാണ് അന്ന് ഈ ലേഖനങ്ങളൊക്കെ എഴുതി അയക്കുന്നത്. അതുപോലെ തന്നെ ഇന്നുള്ളതുപോലെയുള്ള മെയിലിംഗ് സമ്പ്രദായങ്ങളില്ലാത്തതുകൊണ്ട് വ്യക്തികളുടെ കയ്യിലാണ് കൊടുത്ത്, പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൊലോസ് ലേഖനം കാരാഗ്രഹ ലേഖനത്തിൽപ്പെടുന്ന ലേഖനമാണ്. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തുള്ള, കൊലോസ് എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള സഭയ്ക്കാണ് ഈ ലേഖനം കൊടുത്തയക്കുന്നത്. അത് 2 വ്യക്തികളുടെ കയ്യിലാണ്. ആ മെസ്സഞ്ചേഴ്സ് ആരാണ് എന്നാണ് നമുക്കതിൻ്റെ 7-8 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. അവരെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് തൻ്റെ കൂടെയുള്ള ഈ കൊലോസ്യയിൽ അല്ലെങ്കിൽ പൗലോസ് ആയിരിക്കുന്ന സ്ഥാനത്തുള്ള തന്നോടൊപ്പമുള്ള സഹഭൃത്യന്മാരായി അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ളവരുടെ ഗ്രീറ്റിംഗ്സ്, തൻ്റെ മാത്രമല്ല തന്നോടൊപ്പമുള്ളവരുടെയും ആശംസകളൊക്കെ അവരെ അറിയിക്കുകയാണ്. അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വായിക്കുന്ന 3-ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൊലോസ്യയിലുള്ള ഏത് സഭയ്ക്കാണോ അയക്കുന്നത് ആ സഭയിലുള്ള ചില വ്യക്തികളുടെ പേരുകൾ എടുത്തു പറയുന്നതായിട്ട് കാണും, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ആശംസകൾ അറിയിക്കുന്നു. ഏറ്റവും ഒടുവിൽ 4-ാമതായിട്ട് നമ്മൾ കാണുന്നത്, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, തൻ്റെ പേന എടുത്ത് ഇതുവരെയും എഴുതപ്പെട്ടതായ കാര്യങ്ങൾക്കെല്ലാം നമ്മളൊരു എഴുത്തെഴുതി, സാധാരണ നമ്മളൊരു ഓഫീസർ ഒരു ലെറ്റർ എഴുതുമ്പോൾ അത് മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ച് ആ ഓഫീസർ സൈൻ ചെയ്യുന്നത് പോലെ പൗലോസ് തൻ്റെ സ്വന്തം കൈയാൽ
ചില കാര്യങ്ങൾ കുറിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിൽ നാലാമതായിട്ട് നമ്മൾ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കൂടുതലും അതിനകത്ത് പേരുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നോക്കിയ ആദ്യം നമ്മൾ വായിച്ച പേരുകൾ, എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് എന്നൊരു പേര് നമ്മളവിടെ കാണുന്നുണ്ട്. ഇത് നമുക്കറിയാം, ഇതിനു മുമ്പ് ഈ തിഹിക്കോസിനെ കുറിച്ച് പരാമർശമുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് കാരണമായി നമ്മൾ കാണുന്ന അദ്ദേഹം പൗലോസിനോടൊപ്പം തന്നെ പല സന്ദർഭങ്ങളിൽ ഈ സുവിശേഷ യാത്രയിൽ അല്ലെങ്കിൽ സുവിശേഷ ഘോഷണത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ഈ തിഹിക്കോസിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ തിഹിക്കോസ് എന്ന് മാത്രം പറയാതെ 3 വിശേഷണങ്ങൾ തിഹിക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ കൊലോസിലുള്ളവരെ ഈ തിഹിക്കോസിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ എടുത്തു പറയാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ എന്തിനാണ് ഒരു വിശേഷണം പോലെ, ഒരു റെക്കമെൻഡേഷൻ പോലെ ഇങ്ങനെ പറയുന്നത് എന്നൊരു ചിന്തയുണ്ട്. നമുക്കറിയാം, കൊരിന്ത്യ ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന കാലഘട്ടത്തിലും നമ്മളിന്ന് പലയിടങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഒരു കമ്പനിയിൽ ഒരു ജോലി കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല സ്ഥാപനത്തിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കാനായിട്ടൊക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ റെക്കമെൻഡേഷൻ രീതികളുണ്ട്. മറ്റൊരാൾ അതിനുവേണ്ടി നമ്മളെ റെക്കമെൻഡ് ചെയ്താൽ ഈ ആൾ ഈ ജോലിക്ക് പ്രാപ്തനാണ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ പറയാറുണ്ട്. ഇത് പ്രാചീന കാലത്തും അങ്ങനെയുള്ള രീതികളുണ്ടായിരുന്നു. നമ്മളതിനൊരു തെളിവായിട്ട് പറഞ്ഞാൽ കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? ചിലർ ചെയ്യുന്നത് പോലെ ശ്ലാഘ്യപത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്ലാഘ്യപത്രം എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് തന്നെ. ചിലർ ചെയ്യുന്നത് പോലെ. അപ്പൊ അന്നുണ്ടായിരുന്ന ഒരു പ്രാചീന രീതി തന്നെയാണ്. ഒരാളെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ അടുക്കിലേക്ക് അയക്കുമ്പോൾ ഒരു ശ്ലാഘ്യപത്രം കൊടുത്തു വിടുക, റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് തന്നെയാണ് പൗലോസും വാസ്തവത്തിൽ ഈ തിഹിക്കോസ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുത്തുമ്പോൾ അവനുടെ പ്രിയ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച വിശ്വാസത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെന്നുള്ള ആശയമാണ്. വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ കർത്താവ് അവനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, അതവൻ വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരാളാണ്. സഹഭൃത്യൻ എന്ന് പറയുമ്പോൾ ഫെലോ സെർവൻ്റ് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. ഞങ്ങൾ രണ്ടുപേരും കർത്താവിൻ്റെ ദാസന്മാരാണ് എന്നുള്ള ആശയമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് കൊടുത്തയക്കുന്നതിൽ ഒരാൾ ഈ പറയുന്ന തിഹിക്കോസാണ്. അപ്പോൾ തിഹിക്കോസ് വന്ന് നിങ്ങളോട് ഈ ലെറ്റർ തരിക മാത്രമല്ല, ഞാൻ ഈ എഴുതിയ കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് എഴുതിയ ഈ എഴുത്ത് തരിക മാത്രമല്ല, ഇവിടെയുള്ള എൻ്റെ അവസ്ഥ നിങ്ങളോട് അറിയിക്കും. എൻ്റെ അവസ്ഥ മാത്രമല്ല, നിങ്ങൾ ആ 9-ാം വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. അപ്പം എൻ്റെ അവസ്ഥയും അറിയിക്കും, ഇവിടുത്തെ. അപ്പം അതിന് അവിടെ വിശദീകരണമൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു. അപ്പോൾ പൗലോസിൻ്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ പൗലോസിൻ്റെ പൊതുവെയുള്ള ആ കാര്യങ്ങളെല്ലാം അവരോട് അറിയിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ അറിയിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി. അപ്പോൾ അവിടെ 2 സെന്റൻസ് ആയിട്ടാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിൽ അത് ഒറ്റ സെന്റൻസാണ്. അതായത് നിങ്ങളോട് ആ വിവരങ്ങൾ അറിയിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരാശ്വാസം ലഭിക്കുവാൻ വേണ്ടിയാണ്. കാരണം അവർക്ക് എപ്പോഴും പൗലോസിനെ കുറിച്ചുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ, ഇവിടെയുള്ള അവസ്ഥയെല്ലാം നിങ്ങളോട് അറിയിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം ലഭിക്കും എന്ന് പറയുക. ഇവിടുത്തെ അവസ്ഥയെല്ലാം എന്ന് പറയുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്നൊരു വിശദീകരണം നമുക്കറിയാം. അന്ന് ആദിമകാലങ്ങളിലെ സഭകൾ വളരെ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്ന സഭയാണ്. പ്രോസിക്യൂഷൻ എന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുമാകാം എന്ന ഒരു സൂചനയും വേദചിന്തകന്മാർ പറയുന്നുണ്ട്. ഇനി ആത്യന്തികമായി എന്തിനാണ് പൗലോസ് ഈ അവസ്ഥകളെല്ലാം നിങ്ങളെ അറിയിക്കുമെന്ന് പറയുന്നതിൻ്റെ ആവശ്യകത എന്താണ്?
അവർ വന്ന് എൻ്റെ അവസ്ഥയെല്ലാം നിങ്ങളോട് പറയും എന്ന് പറയുമ്പോൾ അത് കേവലം ഒരറിവ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഈ ലേഖനം നമ്മൾ ഇതുവരെ പഠിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ആ അറിവ് എന്തിനു വേണ്ടിയായിരുന്നു? നിശ്ചയമായിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. 4-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ 1-2 വാക്യങ്ങളിൽ 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു വരികയും അത് സംസാരിക്കണം, അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ 8-ാം വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് അവർ എൻ്റെ അവസ്ഥയൊക്കെ പറയുമെന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ നിശ്ചയമായിട്ടും പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ജീവിതത്തിന് വേണ്ടി ഉള്ള പ്രാർത്ഥനയുടെ ഒരു ആവശ്യകത നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസ് ബന്ധനസ്ഥനായിരുന്നു എന്നുള്ളതിന് സൂചനയായി നമ്മൾ അന്ന് 1-2 വാക്യങ്ങൾ 1-24 2-ാം അധ്യായത്തിലും 2-5 വാക്യത്തിലും ഒക്കെ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥരെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കൊണ്ട് സന്തോഷിക്കുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിശ്ചയമായിട്ടും പൗലോസ് കൊലോസിലുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടാണ് ഈ തീക്കോസിനെ അയക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ തീക്കോസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവിടെ ഇദ്ദേഹം ഏഷ്യക്കാരനായിരുന്നുവെന്നും പൗലോസിന് യെരുശലേമിലേക്കുള്ള പൗലോസിന്റെ യാത്രയിൽ തീക്കോസ് ഉണ്ടായിരുന്നുവെന്നും എല്ലാം അവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് സഹഭൃത്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. തീമോഥെയോസിന്റെ ലേഖനത്തിൽ 2 തീമോഥെയോസ് 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ തീത്തോസിന്റെ ലേഖനത്തിലും ഈ തീക്കോസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. ഇനി എന്തുകൊണ്ടാണ് ഈ തീക്കോസിന്റെ കയ്യിൽ ഈ എഴുത്തു കൊടുത്തു വിടുമ്പോൾ അവൻ വിശ്വസ്തനാണെന്നും എൻ്റെ പ്രിയ സഹോദരനാണെന്നും ഒക്കെയുള്ള ഈ ശ്ലാഘ്യപത്രം കൊടുത്തുവിടാനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം നമ്മൾ അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? 4:9. ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ നമുക്കറിയാം. ഒനേസിമോസിനെ കുറിച്ച് നമുക്കറിയാം. ഒനേസിമോസ് വാസ്തവത്തിൽ പൗലോസിനോടൊപ്പം സഹബദ്ധനായിരിക്കുന്ന സമയത്ത് കർത്താവിനെ അറിയുവാനിടയായി ഫിലോമോൻ തന്റെ യജമാനനാണ്. ഫിലോമോന്റെ അടുക്കലേക്ക് അയക്കുന്ന സന്ദർഭവും ഇതിന്റെ ഏകദേശം ഒരേ സന്ദർഭമായിരുന്നുവെന്നാണ്, ഒരേ കാലഘട്ടത്തിൽ എഴുതിയ ലേഖനമാണെന്നൊക്കെ അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാർക്ക് അറിയാൻ കഴിയും. ഇവിടെ ഒനേസിമോസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഫിലോമോന്റെ ലേഖനം നമുക്കറിയാം. ഫിലോമോൻ എന്ന് പറയുന്ന ആ യജമാന്റെ അടുക്കിലേക്ക് ഒനേസിമോസിനെ തിരികെ അയക്കുമ്പോൾ ഈ എഴുത്ത് കൊടുത്തുവിടുന്നുണ്ട്, ആ ഫിലോമോന്റെ ലേഖനം കൊടുത്തുവിടുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒനേസിമോസ് കൊലോസിലുള്ള ഒരാളാണ്. അപ്പോൾ ഒരു കാലത്ത് ഒനേസിമോസ് ഒരു സാധാരണ മനുഷ്യനായി, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള ഒരു ജാതീയ പശ്ചാത്തലത്തിലായിരുന്നു ഒനേസിമോസ്. അപ്പോൾ അദ്ദേഹത്തെയും കൂടെ കൊണ്ടുപോവാണ് തീക്കോസ്. എന്നാൽ ഇപ്പോൾ തിരിച്ചു പോകുന്നത് അങ്ങനെയല്ല. അവനൊരു ദൈവമകനെ, ഒരു ദൈവവേദലായിട്ടാണ് തിരിച്ചു പോകുന്നത്. നമുക്ക് ആ ഭാഗം അറിയാം. ഫിലോമോന്റെ ലേഖനം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നമുക്കറിയാം കൊലോസിയിലുള്ളവരെ സംബന്ധിച്ച് അത് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് തീക്കോസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു റെക്കമെൻഡേഷനോടുകൂടി അവനെ അയക്കാൻ കാരണം ഈ ഒനേസിമോസ് കൂടെ ഉള്ളതുകൊണ്ടാകാം എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ന്യായമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ആശംസകളും ഈ അവസാന ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്ന ചില ഭാഗങ്ങളാണ് ലേഖനങ്ങളുടെ സമയക്രമവും അതിൻ്റെ എഴുതപ്പെട്ട കാലഘട്ടവും ഒക്കെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ ഒനേസിമോസിനെ കുറിച്ചുള്ള പരാമർശം ഉള്ളതുകൊണ്ടാണ് ഇതേ സെയിം ടൈമിൽ തന്നെയാണ് ഫിലോമോനുള്ള ലേഖനവും എഴുതിയത് എന്ന് വേദ പഠിതാക്കൾ ഏറെക്കുറെ അഭിപ്രായപ്പെടുന്നുണ്ട്. പോകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. 10-ാം വാക്യത്തിലേക്ക് വരാം. 10-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ കൂടെയുള്ള, ഞാൻ പറഞ്ഞല്ലോ ആദ്യം 2 പേരുടെ പേര് തീക്കോസും പിന്നാരാണ് ഒനേസിമോസും. ഇനിയും പൗലോസിന്റെ കൂടെയുള്ള 6 പേര് ഈ കൊലോസിലുള്ള സഭയിലുള്ളവരെ വന്ദനം ചെയ്യുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. 6 പേരുകളോടെ പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം 10-ാം വാക്യം മുതൽ.
ആ ആ ആ മതി. ഈ 14 വരെയുള്ള വാക്യങ്ങളിൽ 6 പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 പേരുകൾ വേഗം ഒന്ന് നോക്കി നമുക്ക് അതിനോട് ചേർന്ന് പൗലോസ് പറയുന്ന ചില വാക്കുകളുടെ അതിന് വളരെ പ്രസക്തമാണ്. ഒന്ന്, അരിസ്തർഹോസ്. അരിസ്തർഹോസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അദ്ദേഹം ആരാണ്? എൻ്റെ സഹബദ്ധനായ, ഒരുപക്ഷെ പൗലോസിനോടൊപ്പം കാരാഗൃഹത്തിലുണ്ടായിരുന്ന ആളെന്ന് ഈ അരിസ്തർഹോസിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ സഹബദ്ധൻ എന്ന് പറഞ്ഞാൽ ഫെലോ പ്രിസണർ എന്ന് തന്നെയാണ്. തന്നോടൊപ്പം കാരാഗൃഹത്തിൽ ഉണ്ടായിരുന്ന ആളെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അരിസ്തർഹോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 29-ാം വാക്യം, 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 27-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ഇവിടെയെല്ലാം പൗലോസിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരാളാണ് ഈ അരിസ്തർഹോസ് എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മളിത് മനസ്സിലാക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടൊപ്പം സഞ്ചരിച്ച് ശുശ്രൂഷയിൽ ഭാഗവാക്കളായ അനേകരുടെ പേരുകൾ ഒരുപക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കുന്ന പൗലോസിന്റെ പേരുകളാണെങ്കിലും തന്നോടൊപ്പം തന്റെ ശുശ്രൂഷയിൽ അനേകരുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 2-3 വേദഭാഗങ്ങളിൽ പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത ഒരാളാണ് അരിസ്തർഹോസ് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഈ വേദഭാഗത്ത് ഈ അരിസ്തർഹോസ് മാത്രമാണ് സഹബദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൗലോസിനോടൊപ്പം തന്നെ ദൈവരാജ്യ നിമിത്തം ഈ കാരാഗൃഹത്തിൽ കിടക്കേണ്ട വന്ന ഒരാളാണ് ആര്? അരിസ്തർഹോസ് എന്ന് കാണുവാനായിട്ട് കഴിയും. അരിസ്തർഹോസും പിന്നെ ബർന്നബാസിന്റെ മച്ചുനനായ, കസിൻ എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തത്, കസിനായ മർക്കോസ്. മർക്കോസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ളൊരു പദമാണ്. മർക്കോസിന്റെ സുവിശേഷം, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സുവിശേഷം മർക്കോസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ സുവിശേഷം എഴുതിയ 2 പേരുടെ പേരുകൾ ഈ നമ്മൾ ഈ വായിച്ചതിനകത്തുണ്ട്. മറ്റൊന്ന് ഏതാണ്? വൈദ്യനായ പ്രിയ ലൂക്കോസ്. അപ്പോൾ മർക്കോസും ലൂക്കോസും പൗലോസിനോടൊപ്പം സഞ്ചരിച്ച ആളുകളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അവർ 2 പേരും നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് ലൂക്കോസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മർക്കോസിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ബർന്നബാസിന്റെ മച്ചുനനാണ്. അതായത് ബർന്നബാസിന്റെ ഒരു കസിനായിരുന്നു മർക്കോസിനെ കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലെ അതിന്റെ 12-ാം വാക്യം, 25-ാം വാക്യം, 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില്, 15-ാം വാക്യത്തില്, 15-ാം അധ്യായം 37 മുതൽ 39 വരെ, തീമോഥെയോസിന്റെ ലേഖനത്തില്, ഫിലോമോന്റെ ലേഖനത്തില്, അതുപോലെ 1 പത്രോസ് 5-ന്റെ 13-ാം വാക്യങ്ങളിലെല്ലാം മർക്കോസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് മർക്കോസ് പൗലോസിന്റെ ഒരു സഹയാത്രികനായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. മർക്കോസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നതാണ്, അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളണം എന്ന് പറയാൻ കാരണമുണ്ട്. നമുക്കറിയാം, പൗലോസിനോടൊപ്പം സുവിശേഷ ഘോഷണത്തിൽ അല്ലെങ്കിൽ മിഷണറി യാത്രയിൽ ആദ്യകാലങ്ങളിൽ പുറപ്പെട്ടിരുന്ന മർക്കോസ് ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മിഷണറി യാത്രയിൽ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പൗലോസ് അതിനെ എതിർത്തതായിട്ട് കാണുന്നുണ്ട്. അതിന് കാരണം ആദ്യത്തെ യാത്രയിൽ തങ്ങളെ വിട്ടുപോയ അല്ലെങ്കിൽ ഇടയ്ക്ക് മറ്റെന്തോ കാരണങ്ങളാൽ പൗലോസിനെ പിന്തുടരാൻ കഴിയാതിരുന്ന, അല്ലെ യാത്രയിൽ മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന മർക്കോസിനെ പിന്നീടുള്ള യാത്രയിൽ കൂടെ കൂട്ടുവാനായിട്ട് പൗലോസ് തയ്യാറായില്ല എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കാൻ കഴിയുന്നുണ്ട്. 12-13 അധ്യായം വായിക്കുമ്പോൾ അത് കാണുവാൻ കഴിയും. എന്നാൽ പിന്നീട് നമുക്ക് കാണുന്നുണ്ട് മർക്കോസിനെ വീണ്ടും പ്രയോജനമുള്ള ഒരു ദാസനായിട്ട് മർക്കോസിനെ കുറിച്ച് പൗലോസ് സാക്ഷിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ വേദഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ പറയുന്നത്, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയാൻ കാരണം അവർ തമ്മിലുള്ള ആ പ്രയാസം ഏറെക്കുറെ അത് പരിഹരിക്കപ്പെട്ട ഒരു കാലഘട്ടമായി എന്നാണ് ഈ ചിന്തയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൽപ്പന കിട്ടിയിട്ടുണ്ട്, അവനിപ്പോൾ പ്രയോജനമുള്ളവനാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളണം.
മർക്കോസിനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. മൂന്നാമതൊരാളുടെ പേര് ഇവിടെ പറയുന്നത് യൂസ്തോസ് എന്ന യേശു. യൂസ്തോസ് എന്ന് പറയുന്ന യേശു. നമുക്കറിയാം യേശു, ജീസസ് എന്ന് പറയുന്ന പേരൊരു ജൂയിഷ് കോമൺ നെയിമാണ് അല്ലേ? നമ്മൾ സാധാരണ യേശുവിനെ കുറിച്ച് പറയുമ്പം യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. യേശു എന്നുള്ളൊരു പേര് ഒരു കോമൺ ജൂവിഷ് നെയിമാണ്. നമ്മൾ സാധാരണ മലയാളികൾക്ക് കോമൺ ആയിട്ടുള്ള പേരുകളുള്ളതുപോലെ യഹൂദന്മാരുടെ ഇടയിൽ ഒരു കോമൺ നെയിമാണ് യേശു എന്ന് പറയുന്നത്. അന്ന് യേശു എന്ന് പേരുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ യൂസ്തോസ്, ജസ്റ്റസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, യൂസ്തോസ് എന്ന് പറയുന്ന യേശു. എന്തുകൊണ്ടാണ് ഈ രണ്ടാമതൊരു പേര് ഈ യേശുവിന് വന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ യൂസ്തോസ് എന്ന് പറയാൻ കാരണമെന്നു ചോദിച്ചാൽ, ശിഷ്യന്മാരുടെ ഇടയിൽ അവരുടെ ഗുരുവും അവരും തമ്മിലൊന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ രണ്ടാമതൊരു പേരൂടെ അവർക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ഒരു പേരൂടെ അവരുടെ ഗുരുവായ യേശു ക്രിസ്തുവിനോട് കൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ അവരെ തമ്മിൽ തിരിച്ചറിയാം, അല്ലെങ്കിൽ അവരുടെ ഗുരുവുമായിട്ടുള്ളൊരു ഒന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു പേരൂടെ അവർ സ്വീകരിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് യൂസ്തോസ് എന്ന് പറയുന്ന യേശു. അപ്പോൾ യേശു എന്ന് പറയുന്നത് അന്നത്തെ ഒരു കോമൺ ജൂയിഷ് നെയിമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ 3 പേര്, നമ്മളിപ്പോൾ 3 പേരെ കണ്ടു. ഈ 3 പേരെ കുറിച്ച് ഒരു വിശേഷണം പൗലോസ് പറയുന്നുണ്ട്. അതെന്താണ്? അടുത്ത ഭാഗം ഒന്ന് വായിച്ച് എന്ന് പറയുന്നത്, യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു, പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊലോസ്യയിലുള്ള ദൈവമക്കളോട് ആശംസകൾ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ് പറയുന്ന കൂട്ടത്തിൽ തന്നോടൊപ്പമുള്ള 6 പേരുടെ പേരുകൾ പറയുന്നു. അതിൽ 3 പേരുടെ പേരാണ് നമ്മളിപ്പോൾ കണ്ടത്. ആരൊക്കെയാണ്? ബർണബാസ്, മർക്കോസ്, യൂസ്തോസ് എന്ന് പറയുന്ന യേശു. എന്നിട്ട് ഈ 3 പേരെയും കൂടെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമാണ് ഇപ്പോൾ വായിച്ചത്. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക്. അത് ഒത്തിരി വ്യാഖ്യാനങ്ങൾ വരുന്നൊരു വാക്ക്, ഒരു ഭാഗമാണ്. ആരാണ് ഈ പരിച്ഛേദനക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? പരിച്ഛേദനക്കാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെന്നുള്ള ആശയമാണ്. നമുക്കറിയാം പരിച്ഛേദന ഏറ്റവർ യഹൂദ പാരമ്പര്യമുള്ളവരെയാണ് പരിച്ഛേദനക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പേരും യഹൂദന്മാരായിരുന്നു എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ഇവര് മർക്കോസും, പിന്നെ ആരാണ്? യൂസ്തോസ് അല്ലെങ്കിൽ ജസ്റ്റസ്, പിന്നെ അരിസ്തർഹോസ്. ഇവർ 3 പേരും യഹൂദന്മാരാണ്, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നവർ എന്നുള്ളൊരാശയം. എന്നാൽ നമ്മൾ മറ്റ് ചില വേദഭാഗങ്ങളിൽ ഈ പരിച്ഛേദനക്കാർ എന്ന് പറയുമ്പോൾ 1-2 വാക്യങ്ങൾ നോക്കിയാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ച്. 10-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ. മതി, നമ്മൾ ആ പരിച്ഛേദനക്കാരെന്ന് പറഞ്ഞാൽ ആരാണെന്നൊന്നും മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചാണ്. 11-ന്റെ 2. പരിച്ഛേദനക്കാർ അവരോട് വാദിച്ചു. അപ്പൊ കേവലം യഹൂദന്മാരെന്ന് പറയുമ്പോൾ യഹൂദന്മാര് മാത്രമല്ല, അവര് യഹൂദ അനുഭവത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന പരിച്ഛേദനക്കാർ, ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ എന്നൊരർത്ഥം അതിനുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കൂടെ വായിച്ചു. ഇവിടെയൊക്കെ ഈ പരിച്ഛേദനക്കാരെന്നൊരു പദം നമ്മൾ കാണുന്നുണ്ട്. അത് ആരാണ്, ഏത് കൂട്ടരാണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഗലാത്യർ 2-ന്റെ 11 ആ ആ ആ ആ ആ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്ന വിശ്വാസത്തിൽ വന്നവർ എന്നാണ് പൊതുവെ, അല്ലെങ്കിൽ യഹൂദന്മാർ. അവര് യഹൂദന്മാരാണ്, എന്നാൽ കൃപയാൽ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി എന്നാണ് പൊതുവെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ മറ്റു ചില ചിന്തകളുണ്ട്. നമ്മൾ ഈ 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും അപ്പോസ്തലപ്രവൃത്തിയിലും ഒക്കെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, പരിച്ഛേദനക്കാരിൽ, നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ച് പൗലോസ് അവിടെ പറയുന്നുണ്ട്. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ ഇല്ലേ, പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം. അപ്പൊ അതുകൊണ്ട് ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഇവരെ ഇങ്ങനെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഇങ്ങനെ യഹൂദ പാരമ്പര്യമുള്ള ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പിനെ കുറിച്ചല്ല, മറിച്ച്
വ്യത്യസ്തമായ ചില ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു കൂട്ടർ. ഒരു പക്ഷേ മോശയുടെ ന്യായപ്രമാണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തോ അല്ലെങ്കിൽ ഹൂദാ നിയമങ്ങളെ കൂടുതൽ അനുസരിച്ച് വന്നിരുന്ന ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലഘട്ടമായി ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൽ വരുന്ന ദൈവമക്കളെ സംബന്ധിച്ച് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ടല്ലേ. കർത്താവിനെ അറിയുന്നതിന് ഇന്ന ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ലല്ലോ. ഏത് മതത്തിലും ഏത് ജീവിത സാഹചര്യങ്ങളിലായിരുന്നാലും ഒരുവൻ യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ അവൻ ആരാണ്? ദൈവമകനായിത്തീരും. കർത്താവിനെ കൈക്കൊള്ളും. ദൈവമക്കളാകുവാനുള്ള അവകാശം ദൈവം അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ, എന്നാൽ ആ പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് അവരുടേതായ ചില അവരുടെ ഉള്ളിൽ ഉള്ള പല കാര്യങ്ങളുണ്ടായിരിക്കാം, അല്ല അവരുടെ അനുഭവങ്ങളോട് ബന്ധപ്പെട്ട് പല. പക്ഷേ ഇവിടെ പൗലോസ് അവരെക്കുറിച്ച് പറയുന്നൊരു കാര്യം വളരെ വിശേഷണം അർഹിക്കുന്ന ഒരു കാര്യം പറയുകയാണ്. അവർ ദൈവരാജ്യത്തിൽ കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് അവരെ ആശ്വാസമായി തീർന്നു എന്നവരെക്കുറിച്ച് പറയുന്നുണ്ട്. പൊതുവെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു യഹൂദ പാരമ്പര്യത്തിൽ വന്നവർ. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ 3 പേരുടെ കാര്യം പറഞ്ഞു. ഇനി 4-മതായിട്ട് നിങ്ങളിൽ ഒരുത്തനായി എപ്പഫ്രാസിന്റെ പേര് പ്രത്യേകം നമ്മൾ ഇതിൻ്റെ ആരംഭ അധ്യായത്തിൽ തന്നെ പഠിച്ചു. നമുക്കറിയാം, എപ്പഫ്രാസ് ആണ് വാസ്തവത്തിൽ ഈ കൊലോസി എന്ന് പറയുന്ന പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചതും അവിടെ ഒരു സഭ ഉടലെടുക്കാൻ കാരണമായതും അവിടെ ഒരു സഭയുണ്ടെന്ന് പൗലോസിനെ അറിയിച്ചതും ഈ എപ്പഫ്രാസ് ആണ്. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അത് നമ്മൾ ഇത് പഠിക്കുവാൻ തുടങ്ങിയപ്പോഴേ ഞാനത് പറഞ്ഞിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വാസ ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും. അതോ പൗലോസിനെ ഈ വിവരം അറിയിച്ചതും കൊലോസിയിൽ ദൈവസഭ ഉടലെടുക്കുവാനും കാരണമായി തീർന്ന കർത്താവിന്റെ ദാസനാണ് ആര്? എപ്പഫ്രാസ് എന്ന് പറയുന്ന ആൾ. ഈ എപ്പഫ്രാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണം നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. എപ്പഫ്രാസിനെ കുറിച്ച് പറഞ്ഞിട്ട് എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുകയാണ്. എന്നാൽ എപ്പഫ്രാസിനെ കുറിച്ച് പറഞ്ഞു നിങ്ങളിൽ ഒരുത്തനായി. അപ്പോൾ എപ്പഫ്രാസ് കൊലോസിയിൽ നിന്നുള്ള ആളാണ്. ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ എന്ത് ചെയ്യാണ്? വന്ദനം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും ഇത് വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ്. നമ്മൾ പലപ്പോഴും എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയാറുണ്ട്. പ്രെയർ ഓഫ് എപ്പഫ്രാസ്, പ്രാർത്ഥന ഇല്ലേ? പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? എപ്പോഴും പോരാടുന്നു. പ്രാർത്ഥന ഒരു പോരാട്ടമായിട്ട്, ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിട്ട് റെസ്ലിംഗ് ഇൻ പ്രെയർ എന്നാണ്. റെസ്ലിംഗ്, പോരാടി പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് പോരാടി പ്രാർത്ഥിക്കുന്നത്? യു മേ സ്റ്റാൻഡ് ഫേം, മെച്വർ ആൻഡ് ഫുള്ളി അഷ്വേർഡ് ഇൻ ഓൾ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് നിങ്ങൾ തികഞ്ഞവരും എന്നൊരു പദം നിങ്ങൾ കണ്ടോ? 12-ന്റെ ആദ്യം നമ്മൾ വായിച്ചപ്പോൾ നിങ്ങൾ തികഞ്ഞവരും. അതൊരു യാദൃശ്ചികമായി പൗലോസ് പറഞ്ഞതല്ല. ഒരുപക്ഷെ നമ്മൾ ഈ ലേഖനം പഠിച്ചതിൻ്റെ എല്ലാം ഞാനതാ പറഞ്ഞത്, ഈ ആശംസയിലും പൗലോസിന്റെ ഉള്ളിൽ ഈ ലേഖനത്തിന്റെ പ്രധാന ചിന്തകൾ തൻ്റെ ഉള്ളിലുണ്ട്. ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്നുള്ളതാണ്. ക്രിസ്തുവിൽ പക്വതയുള്ളവരായിത്തീരുക, തികഞ്ഞവരായിത്തീരുക. എവിടെയാണ് നമ്മളത് കണ്ടത്? 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം അതിന്റെ പ്രധാന വാക്യമാണ്. ഒന്നുകൂടെ വായിച്ചാട്ട്, 1:28. അവരെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് എന്ത് ചെയ്യുന്ന പൗലോസ് പറഞ്ഞത്? പ്രബോധിപ്പിക്കുകയും പ്രബോധനവും ഉപദേശവും, ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ്, അത് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയായിരുന്നു. അവരെ പഠിപ്പിക്കുന്നു, അവരെ ഉപദേശിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ എപ്പഫ്രാസാണ് ഈ കൊലോസയിലുള്ള അവിടെയുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിച്ചത്. കർത്താവിന്റെ സുവിശേഷം അവരോട് അറിയിച്ച് കൃപയിലേക്ക് അവർ നയിക്കുവാനിടയായത്. പൗലോസ് ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പഫ്രാസിനെ വിശേഷിപ്പിച്ച് പറയുന്നത്, അവൻ കേവലം നിങ്ങളോട് വന്ന് സുവിശേഷം പറഞ്ഞെന്ന് മാത്രമല്ല, നിങ്ങൾ തികഞ്ഞവരും. 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ് പൗലോസിനോട് പറഞ്ഞത്. നിങ്ങൾ മെച്വർ ആൻഡ് ഫുള്ളി അഷ്വേർഡ് ഇൻ ഓൾ ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറണം. നിങ്ങൾ തികഞ്ഞവരായി മാറുവാൻ എപ്പഫ്രാസ് എന്ത് ചെയ്യുന്ന പറഞ്ഞേ? റെസ്ലിംഗ് ഇൻ പ്രെയർ. റെസ്ലിംഗ് എന്ന് കേട്ടിട്ടില്ലേ?
ഒരു യുദ്ധമാണ്. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പോരാട്ടം കഴിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ അവിടെ ഉപദേശമുണ്ട്, അല്ലെങ്കിൽ പ്രബോധനവും ഉപദേശവും ഉണ്ട്. അതേ പ്രാധാന്യത്തോടും കൂടെയാണ് പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നൊരു എപ്പഫ്രാസുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ക്രിസ്ത്യ ജീവിതത്തിൽ അതിൻ്റെ ഫലം ഉളവാകുന്നത്. അതാണ് വാസ്തവത്തിൽ അതിലെ ഒരു ആത്മീയ സത്യം. ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ചിന്തം പറഞ്ഞിരിക്കുന്നത്, ഈ പ്രാർത്ഥന എന്നുള്ള വാചകം ഈ ലേഖനത്തിൽ പലയിടങ്ങളിൽ അതിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ഇടങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ ജാഗരിപ്പീൻ. ഞാൻ ഇതിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം പറയുന്ന വാക്യങ്ങളെല്ലാം ഈ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം വെച്ചാൽ അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ എടുക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ആൻസിലറി ആക്ടിവിറ്റി, അതായത് അനുബന്ധമായ ഒരു കാര്യമായിട്ടല്ല പൗലോസ് പറയുന്നത്. നമ്മളിപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അനുബന്ധമായൊരു കാര്യം. നമ്മൾ പറയത്തില്ല ഒന്നാ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം, ഒരു അനുബന്ധമായൊരു കാര്യമായിട്ടല്ല, മറിച്ച് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ വർക്ക് ഇറ്റ് സെൽഫ്. ആ ശുശ്രൂഷയുടെ ഭാഗം തന്നെയാണ് പ്രാർത്ഥന. പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് പൗലോസ് ചെയ്തതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച്, എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരുമായി തീരേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നവനാണ്. സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ആ വർക്കിൻ്റെ തന്നെ ഭാഗമാണ്. ആ ടീച്ചിങ്ങിൻ്റെയും പ്രീച്ചിങ്ങിൻ്റെയും ഭാഗം അതുപോലെ തന്നെയുള്ള വർക്കാണ് പ്രാർത്ഥന എന്ന് പൗലോസ് അവിടെ സമർത്ഥിക്കുകയാണ് എന്ന് ആ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു വാക്കുകൂടെ ഈ എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞാട്ട് അടുത്ത വാക്യം നോക്കി, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു, നിങ്ങൾക്കും വർക്കിംഗ് ഹാർഡ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തത്, പ്രയാസപ്പെടുന്നെന്നാണ് മലയാളത്തിൽ. അപ്പൊ നമുക്കറിയാം, ഈ വാസ്തവത്തിൽ എപ്പഫ്രാസ് ഇപ്പൊ അവരുടെ കൂടെ ഇല്ല, ഈ കൊലോസ്യയിലില്ല, ശാരീരികമായ പ്രസൻസ് അവിടെ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നുണ്ട്. എന്നാൽ പറയുന്നു, നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിയരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പ്രയാസപ്പെടുന്നു. മലയാളത്തിൽ വർക്കിംഗ് ഹാർഡ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. വളരെ പ്രയാസപ്പെടുന്നു. അപ്പൊ നോക്കുക, പ്രാർത്ഥനയോട് ചേർന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിശ്ചയമായിട്ടും എപ്പഫ്രാസിനെ സംബന്ധിച്ച് ഈ കൊലോസ്യ, ലവോദിക്ക, ഹിയരാപോളിസ് എന്നൊക്കെ പറയുന്ന സമീപ പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളോട് എല്ലാവർക്കും എഴുതുന്ന ഒരു ലെറ്ററാണിത്. അങ്ങനെയാണ് നമുക്ക് താഴോട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവിടെയുള്ള ദൈവസഭയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവജനത്തെക്കുറിച്ച് എപ്പഫ്രാസിനൊരു ദർശനം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ദർശനത്തിനു വേണ്ടി വളരെ അധ്വാനിക്കുകയാണ് എപ്പഫ്രാസ്, പ്രാർത്ഥനയിൽ പോരാടുകയാണ് എന്നാണ് എപ്പഫ്രാസിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത്. ആ എപ്പഫ്രാസ് നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. 4 പേരുടെ പേരുകൾ കഴിഞ്ഞു, ഇനി 2 പേരുകൂടെ 2 പേരും കൂടെ പറഞ്ഞ് 2 പേരും കൂടെ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. 14-ാം വാക്യം. വൈദ്യനായ പ്രിയ ലൂക്കോസും, ഞാൻ പറഞ്ഞല്ലോ സുവിശേഷം എഴുതിയ 2 പേരുടെ പേരുകൾ പൗലോസ് ഇവിടെ പ്രതിപാദിച്ചു. ഒന്ന് മർക്കോസ്, ഇവിടെ ലൂക്കോസ്. ലൂക്കോസ് വൈദ്യനായിരുന്നു, ഡോക്ടറായിരുന്നു എന്ന് അറിയാനുള്ള ഏക വാക്യം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു എന്ന് പറയാൻ കാരണം ഈ ഒറ്റ ആശംസയാണ്. ഈ ആശംസ പൗലോസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്കറിയത്തില്ലായിരുന്നു ലൂക്കോസ് ഡോക്ടറായിരുന്നു. വേറെ ഒരിടത്തും വൈദ്യൻ എന്നുള്ള പദമില്ല. അപ്പോൾ ഈ ഒരൊറ്റ ആശംസയിലാണ് വൈദ്യനായ പ്രിയ ലൂക്കോസ്, ഇംഗ്ലീഷിൽ അതിന് ഡോക്ടർ എന്ന് തന്നെ അവിടെ. അപ്പോൾ ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു, ഒരു ഫിസിഷ്യനായിരുന്നു ലൂക്കോസ്. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും. അപ്പം ലൂക്കോസ് ഞാൻ പറഞ്ഞല്ലോ സുവിശേഷം എഴുതിയത് ലൂക്കോസാണ്. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയ ലൂക്കോസ്, പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയതും ലൂക്കോസാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ലൂക്കോസും സുവിശേഷം എഴുതിയ ആളുമായ ലൂക്കോസും, മർക്കോസ് സുവിശേഷം എഴുതിയ മർക്കോസും പൗലോസിന്റെ സന്തത യാത്രക്കാരായിരുന്നു. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും ഇവരെല്ലാം
പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നവരായിരുന്നെങ്കിൽ ദേമാസിനെ കുറിച്ച് നമുക്കറിയാം. തീമോഥെയോസിന്റെ ലേഖനത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. ദേമാസിനെ കുറിച്ച് വായിക്കുന്ന ആ വാക്യം എവിടെയാണ്? 2 തീമോഥെയോസ് 4-ാം അധ്യായം 10-11 വാക്യം ഒന്ന് വായിച്ചോട്ടെ. 2 തീമോഥെയോസ് 4:10-11. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് ഈ ലേഖനമൊക്കെ വായിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആത്മീയ പാഠങ്ങൾ നൽകുന്നതല്ല. ഒരുപക്ഷെ പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത മർക്കോസിനെ കുറിച്ച് നമ്മളിവിടെ കണ്ടു. മർക്കോസ് ഒരു കാലത്ത് മർക്കോസിനെ തൻ്റെ കൂടെ കൂട്ടാതിരുന്നതാണ്. എന്നാൽ പിന്നീട് മർക്കോസ് പറയുന്നവൻ പ്രയോജനമുള്ളവനായി പറഞ്ഞ് തിരിച്ചെടുത്തതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾക്ക് അവനെക്കുറിച്ച് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ വന്നാൽ നിങ്ങളെ കൈക്കൊള്ളണം. എന്നാൽ കൂടെ നടന്നൊരാളാണ് ദേമോസ്. പക്ഷെ ആ ദേമോസ് എന്ത് ചെയ്തു? ലോകത്തെ സ്നേഹിച്ച്, ആ പദത്തിൻ്റെ അർത്ഥം വാസ്തവത്തിലൊരു നിഗൂഢമാണ്. എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. ലോകത്തെ സ്നേഹിച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. നമുക്ക് കോമൺ ആയിട്ട് പറയാം, ഒരു ലോകസ്നേഹിയായി മാറി. എന്ത് കാരണമാണെന്നൊന്നും അറിയത്തില്ല. അവിടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഒറ്റ വാചകം, അവൻ ലോകത്തെ സ്നേഹിച്ച് എന്ത് ചെയ്തു? എന്നെ വിട്ടുപോയി. ഒരുപക്ഷെ അതൊരു വാണിംഗ് ആയിരിക്കാം. അവൻ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന് തീമോഥെയോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 2 പേരുടെ പേരുകൾ, വൈദ്യനായ പ്രിയലോക്കസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഈ 6 പേരുകൾ തന്നോടൊപ്പമുള്ളവരെ പരിചയപ്പെടുത്തിയിട്ട് പറയണം, ഇവരെല്ലാം കൊലോസിലുള്ള ദൈവമക്കളെ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അവരുടെ ഓരോ വിശേഷണങ്ങളും പറഞ്ഞു. ഇനിയും കൊലോസിലുള്ള ചിലരെ പെർട്ടിക്കുലറായിട്ട് പേരെടുത്ത് പറഞ്ഞ് ഈ ലേഖനത്തിൽ ആശംസിക്കുകയാണ്, അല്ലെ അവരോട് ആശംസ അറിയിക്കുകയാണ്. അവരോടൊക്കെ നിങ്ങൾ വന്ദനം പറയണമെന്ന് ഈ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. അവരുടെ പേരോടെ പറയുന്നുണ്ട്. അതാണ് അടുത്ത 15, 16, 17 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലവോദിക്കയിലെ, ഞാൻ പറഞ്ഞു ലവോദിക്ക സഭ എന്ന് പറയുന്നത് കൊലോസയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു സഭയുണ്ട്. സഹോദരന്മാർക്കും നുംഫയ്ക്കും കണ്ടോ. അപ്പൊ ഈ ലേഖനം നിങ്ങൾക്ക് മാത്രമല്ല, ആ സഭയിൽ. അപ്പൊ അവിടെ അടുത്തായതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇവിടുന്ന് അവിടേക്ക് കൊടുക്കണം. പിന്നെ ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും. അപ്പോൾ ഇതിലെല്ലാം ഞാൻ പറഞ്ഞില്ല, ഒത്തിരി കാര്യങ്ങൾ ലേഖന സംബന്ധമായി പഠിക്കാനുണ്ട്. അപ്പം ചിലർ പറയുന്നു ലവോദിക്ക സഭയ്ക്ക് തന്നെ പൗലോസ് എഴുതിയ ഒരു ലേഖനമുണ്ട്, അത് കാലഹരണപ്പെട്ടു പോയി, നമുക്കത് കിട്ടിയില്ല, കാനോനിക്കൽ ബൈബിളിൽ വന്നില്ല എന്ന് പറയുന്ന ചിന്തകരുണ്ട്. ലവോദിക്ക സഭയ്ക്ക് അയച്ച, അല്ലെങ്കിൽ കൊലോസ് ലേഖനം പോലെ ലവോദിക്ക ലേഖനം എന്ന് പറഞ്ഞ ലേഖനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ബൈബിളിൽ വന്നിട്ടില്ല. ഒരുപക്ഷെ അത് നഷ്ടപ്പെട്ടതാകാവുന്ന. എന്നാൽ വേറൊരു കൂട്ടർ പറയുന്നത് ഈ ലവോദിക്കയ്ക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ എഫേസ് ലേഖനം തന്നെയായിരുന്നെന്നാണ്. എഫേസ് ലേഖനം തന്നെയായിരുന്നെന്നാണ്. അതിനാണ് കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത്. എഫേസ് ലേഖനം ഒരു ജനറൽ ഗൈഡ് ലൈനാണ് എഫേസ് ലേഖനം. അതുകൊണ്ട് ആ പൊതുവായുള്ള കാര്യങ്ങളാണ് ആ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് കൊടുത്തത്. അതുകൊണ്ട് എഫേസ് ലേഖനത്തെക്കുറിച്ചാണ് പറയുന്നത്. വേറൊരു കൂട്ടർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ എന്ത് ചെയ്യണം? വായിക്കണം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദിമ സഭയിൽ ഈ അപ്പോസ്തലന്മാർക്ക് അധികാരമുണ്ട്. അപ്പോസ്തലന്മാരെ ദൈവം നിയോഗിച്ചതാണ്. അവരുടെ എഴുത്തുകൾക്കും അതുപോലുള്ള അതോറിറ്റിയുണ്ട്. അപ്പോൾ അതോറിറ്റേറ്റീവായിട്ടുള്ള ഈ എഴുത്തുകൾ പൗലോസ് പറയുകയാണ്, ഇത് നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ അതോറിറ്റി അതോടുകൂടെ വരികയാണ്. ഞാനിവിടെ കാരാഗൃഹത്തിൽ കിടക്കുന്നെങ്കിലും ദൈവം എനിക്ക് എന്ന അധികാരത്താലാണ് ഞാനിത് എഴുതുന്നത്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായ ഈ വചനം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ലവോദിക്കയിലുള്ളവർക്ക് കൊടുക്കണം. അവിടെയുള്ളത് നിങ്ങളും എന്ത് ചെയ്യണം? അപ്പം ഇവിടുന്നാണ് ഇതിൻ്റെ കളക്ഷൻ ആരംഭിക്കുന്നതെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് പിന്നീട് ഇത് കാനോനിക്കൽ ബൈബിളിലായിട്ട് പിന്നീട് ഇത് ശേഖരിച്ച് ആധികാരികമായ ദൈവവചനമായി രൂപാന്തരപ്പെട്ടത്. ആ ഒരു ചിന്ത നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ ലേഖനങ്ങളൊക്കെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ളതിനൊക്കെയുള്ളൊരു തെളിവ്, ഇന്റേണൽ എവിഡൻസ് എന്ന് പറയുന്നത് ബൈബിളിൽ തന്നെയുള്ളൊരു തെളിവ് ഇതാണ്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഇത് നിങ്ങളെ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇത് ലവോദിക്കക്കാർക്ക് കൊടുക്കണം, അവിടുന്നുള്ളത് നിങ്ങളും വായിക്കണം, ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം എന്താണ്? ഇത് വളരെ ആധികാരികമായ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. അങ്ങനെയാണ് ഇത് ക്രമേണ കളക്ട് ചെയ്ത് പിന്നീട് കാനോനിക്കൽ ബൈബിളായിട്ടൊക്കെ രൂപാന്തരപ്പെട്ടു വരുന്നു എന്നുള്ള ചിന്ത അവിടെ ഉണ്ട്. ഇനിയും ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ ലവോദിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ലവോദിക്കയിലെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ലവോദിക്കയിലുള്ള സഭ. ഇനി അവിടെ ഒരു സ്ത്രീയുടെ പേര് പറയുന്നത് നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്ക്. ഈ നുംഫ ആരാന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ വിവരമൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഈ
മാനുസ്ക്രിപ്റ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത്, അതായത് കൈയെഴുത്ത് പ്രതികളുടെ പാരമ്പര്യങ്ങളിലെല്ലാം എഴുതിയിരിക്കുന്നത് 2 പദങ്ങളാണ്. ഒന്ന് നിംഫ എന്നുകൊണ്ട്, നമ്മൾ മലയാളത്തിൽ നുംഫ എന്ന് പറയും, നുംഫ, നുംഫാസ് എന്ന 2 പദങ്ങൾ ഈ കൈയെഴുത്ത് പ്രതികളിലുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ നുംഫ എന്നുള്ളത് ഒരു സ്ത്രീയെക്കുറിച്ചാണെങ്കിൽ നുംഫാസ് എന്നുള്ളത് പുരുഷനാണ്. അപ്പം അതുകൊണ്ട് വേദപണ്ഡിതന്മാർ പറയുന്നത് പുരുഷനോ സ്ത്രീയോ ആകാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ മലയാളത്തിൽ നമുക്ക് കിട്ടിയതിനകത്ത് സ്ത്രീയായിട്ട് തന്നെ, അതുകൊണ്ടാണ് നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും നമുക്ക് തർക്കിക്കേണ്ട. 2 കാര്യം അതിനകത്തൊന്ന് മനസ്സിലാക്കാനുണ്ട്. ആത്മീയമായി നമ്മൾ മനസ്സിലാക്കാനുള്ള ഒന്നത്തെ കാര്യം, ആദിമ സഭയ്ക്ക് വ്യവസ്ഥാപിതമായ കെട്ടിടങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പറ്റിയൊരു വാക്യമാണിത്. വീടുകളിലായിരുന്നു അന്നെല്ലാം എന്ത് ചെയ്തിരുന്നത്? ആരാധന കൂടി. അവർക്ക് ലഭിക്കുന്ന സാഹചര്യം എവിടാണോ അവർ കൂടും. അപ്പം ഒരു സ്പെഷ്യൽ ബിൽഡിംഗ് ഒന്നും അന്ന് സഭയ്ക്കില്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നല്ല തെളിവാണ്. അവിടെ വീട്ടിലെ അങ്ങനെ ധാരാളം വാക്യങ്ങളുണ്ട്. സോ പ്രൈവറ്റ് ഹൗസുകളിലാണെന്ന് ദൈവമക്കൾ കൂടി വന്നിരുന്നു. നമുക്കറിയാം. അതന്ന് മാത്രമല്ല, നമ്മുടെ പല സഭകളുടെയൊക്കെ ആരംഭകാലങ്ങളിലൊന്നും നമുക്കറിയാം. നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ ആയിരുന്നല്ലോ. പലയിടങ്ങളിലും ഹോളുകളൊന്നുമില്ല, വീടുകളൊക്കെ ആരാധിച്ചു. പിന്നീടാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന അങ്ങനെ പ്രത്യേക സ്ഥലത്തിനോ ഇടത്തിനോ ഒന്നും പ്രാധാന്യമില്ല. ദൈവജനം കൂടി വരാനുള്ള സാഹചര്യം എവിടെ ഉണ്ടോ അവിടെ ഒരുമിച്ച് ദൈവത്തെ പിന്നെ രണ്ടാമതൊരു കാര്യം, നമുക്കറിയാം, ഒരു വീട്ടിൽ കൂടുക എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് നമ്പർ ആയിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. ചിലപ്പോൾ വലിയ വീടായിരിക്കും, ഒത്തിരി ആളിനെ കൊള്ളാൻ പറ്റുന്ന വീടുകളുണ്ടായിരിക്കാം. പക്ഷേ അതിനൊരു നിശ്ചിത അളവില്ല എന്നും കൂടെ അതിനൊന്ന് മനസ്സിലാക്കണം. ഒരു പക്ഷേ ചെറിയ ഗ്രൂപ്പാകാം, വലിയ ഗ്രൂപ്പാകും. 10 പേര് ഇരുന്ന് ആരാധിക്കുന്നവരും കാണും. 2 പേരേ ഉള്ളായിരിക്കും ചിലപ്പം 50 പേരും 100 പേരും ഒക്കെ ഉണ്ടായിരിക്കാം. ആ പർട്ടിക്കുലർ നമ്പറിനും അവിടെ എന്തില്ല, പ്രാധാന്യമില്ല. എത്ര പേരുണ്ടോ അത്രയും പേരിരുന്ന് ആരാധിക്കുന്നു. പ്രൈവറ്റ് ഹൗസുകളിലായിരുന്നു. ഞാൻ അങ്ങനെ പറയാൻ കാരണം, യഹൂദന്മാർക്ക് സിനഗോഗുകൾ തുടങ്ങണമെങ്കിൽ, നമുക്കറിയാം ഇതെല്ലാം യഹൂദ പാരമ്പര്യം എന്ന് വളരെ പ്രസക്തമാണത്. യഹൂദ പാരമ്പര്യത്തിൽ സിനഗോഗ് വേണമെങ്കിൽ അവർക്ക് കോറം തികയണം. വർഷിപ്പേഴ്സിനൊരു കോറമുണ്ട്. 10 പേരുണ്ടെങ്കിൽ ഒരു സിനഗോഗ് അനുവദിക്കാൻ പറ്റത്തുള്ളൂ. അവർ ചിതറിപ്പോയവരാണല്ലോ യഹൂദന്മാർ. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും പോയി ഒരു ആരാധന തുടങ്ങണമെങ്കിൽ ചുമ്മാ തുടങ്ങാൻ പറ്റത്തില്ല. 10 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഒരു സിനഗോഗായിട്ട് അവർക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ദൈവസഭയെ സംബന്ധിച്ച്, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ. അതാണ് ദൈവസഭയുടെ അടിസ്ഥാനം അല്ലേ. അപ്പം അത് വളരെ പ്രത്യേകത അർഹിക്കുന്നവർ. അപ്പം വലിയ ആൾക്കൂട്ടമൊന്നുമല്ല. ദൈവമക്കൾ എവിടെ ഉണ്ടോ അവർക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് പ്രത്യേക സ്ഥലമോ ആൾപ്പെരുപ്പമോ ഒന്നും വിഷയമല്ല എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അങ്ങനെ 2 പേരെക്കുറിച്ച് പറഞ്ഞു. അതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത് അർഹിപ്പാസിനോട് കർത്താവിൽ ലഭിച്ച, അർഹിപ്പാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഫിലമോൻ്റെ ഹൗസ് ഹോൾഡിൽപ്പെട്ട ഒരാൾ തന്നെയാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഈ കൊലോസയിലുള്ള ഒരാൾ തന്നെയാണ്. അത് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്തെക്കുറിച്ചൊന്നുമല്ല. നമുക്കറിയാം ദൈവസഭയിലുള്ള ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന ഓരോ ശുശ്രൂഷകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു പ്രത്യേക ഓഫീസായിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിവർത്തിക്കണം, അത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരാശയം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഒടുവിൽ നോക്കുക, ഇതെല്ലാം എഴുതിയിട്ട് 18-ാം വാക്യം, പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ, കണ്ടോ. അപ്പോൾ ഒരു സിഗ്നേച്ചർ ഇടുന്ന പോലെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഒരാളെ കൊണ്ട് എഴുതിയിട്ട് അവസാനം നമ്മൾ ഒപ്പിടുമ്പോൾ നമ്മളാണ് അതിൻ്റെ അതോറിറ്റി. ഇതുപോലെ പൗലോസ് ആ പേന സെക്രട്ടറിയുടെ നിന്ന് മേടിച്ചിട്ട് സ്വന്തം കൈ കൊണ്ട് അതെല്ലാം ഒപ്പിടുന്നത് പോലെ പറയണം, പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ. നിശ്ചയമായിട്ടും പൗലോസ് ഈ ഒരു രീതി കൊരിന്തി ലേഖനത്തിലെ, ഗലാത്യ ലേഖനത്തിലെ, തെസ്സലോനിക്ക ലേഖനത്തിലെ, ഫിലമോന്റെ ലേഖനത്തിലെല്ലാം ഇതേ സമാപനമാണ് നമ്മൾ കാണുന്നത്. 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, എന്നെ ഓർക്കുക, എൻ്റെ ബന്ധനങ്ങളെ ഓർക്കുക. ഓർക്കുക എന്ന് പറയുമ്പോൾ കേവലം തന്നെ ഓർത്ത് സഹതിപ്പിക്കുക എന്നുള്ള ആശയത്തിലല്ല. നിശ്ചയമായിട്ടും ഈ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ 2 പ്രധാന പ്രാർത്ഥനകളെക്കുറിച്ച് ഈ അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിലും 2 ഇടങ്ങളിൽ നമുക്ക് പൗലോസിന്റെ പ്രധാന പ്രാർത്ഥന അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും കൊലോസയിലുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുക. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം എന്താണ്?
പൗലോസ് ഈ ലേഖനം എഴുതുന്നതിൻ്റെ സാരം, ആധികാരികമായ ദൈവത്തിൻ്റെ ആലോചനകൾ അവർക്ക് കൈമാറുന്നതിൻ്റെ സാരം, ഇറ്റ്സ് എ മീൻസ് ഓഫ് ഗ്രേസ് എന്നാണ്. അത് ദൈവകൃപയുടെ ഒരു ചാനലായി അത് മാറി എന്നാണ്. ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു ഭംഗിവാചകമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയുമ്പോൾ അതിലൂടെ അവരിലേക്ക് ദൈവകൃപ ഒഴുകി ചെല്ലുകയായിരുന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ, അതെല്ലാം നമ്മിലേക്ക് ആ ദൈവകൃപ ഒഴുകുന്ന സമയമാണ്. കർത്താവിൻ്റെ കൃപ നാം അനുഭവിക്കുന്ന സമയമാണ് എന്നുള്ള ഒരു വലിയ സത്യം കൂടെ അവിടെയുണ്ട്. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവവചനം ശ്രവിക്കുവാനും പഠിക്കുവാനും ഒക്കെ നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരത്തിനായി നന്ദി പറയുകയും കർത്താവിൻ്റെ കൃപയ്ക്കായി യാചിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രതിപാദ്യ വിഷയം, ഞാനും നിങ്ങളും ക്രിസ്തുവിൽ തികവുള്ളവരായിത്തീരുക.